ഒരു മുംബൈയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് നമ്മുടെ അലീനയാണെങ്കിൽ ആരോട് സ്റ്റാലിനോട് സമരത്തിലാണല്ലോ. അലീനയാണെങ്കിൽ തന്നെ ഒന്ന് സ്നേഹിച്ചാൽ മതി വല്യപ്പച്ച ഈ പപ്പയുടെ ആര് ഭാര്യ എന്ന് പറയുന്നു. മോളെ എന്ന് ഒന്ന് വിളിച്ചാൽ ഞാൻ കാൽ കീഴിൽ പോയി കിടക്കുമെന്ന് പറയുന്നൊരു കാഴ്ചയും കാണാനായിട്ട് കഴിയുന്നുണ്ട്, സാധിക്കുന്നുണ്ട്. എനിക്ക് അത്രമാത്രമേ ആവശ്യമുള്ളൂ എന്ന് പറയുന്നു. അതിൽ കൂടുതൽ എനിക്ക് ഒന്നിനോടും യാതൊരു ആസക്തിയോ പ്രേമമോ ഒന്നും തന്നെ ഇല്ല എന്ന് പറയുന്നു. സ്വത്തും വേണ്ട, അധികാരവും വേണ്ട, എനിക്ക് സ്നേഹം മാത്രം മതിയെന്ന് അലീന പറഞ്ഞു വെക്കുകയാണ് എന്ന് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഇതേ സമയമാണെങ്കിൽ മുത്തശ്ശൻ പറയുന്നുണ്ട്, മോളെ എല്ലാം ശരിയാകുമെന്നേ, നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട എന്നേ, നമുക്കെല്ലാം ശരിയാക്കി എടുക്കാമെന്നേ എന്ന് പറയുന്നത് കാണാനായിട്ട് സാധിക്കും. ഇതിന് പുറമെ നമുക്ക് കാണാൻ കഴിയുക എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്റ്റാലിയാണെങ്കിൽ നമ്മുടെ റോബിനെയും ജോബിനെയും കാണാനായിട്ട് എത്തിയിരിക്കുകയാണ് എന്ന് കാണാൻ കഴിയും. അവർക്ക് മുൻപിൽ മനസ്സ് തുറന്ന് സംസാരിക്കുകയാണ് ഉദ്ദേശവും ലക്ഷ്യവും. അവരോട് കാര്യങ്ങൾ തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും അവരെ കൂടെ നിൽക്കുമെന്നൊരു തോന്നൽ നമ്മുടെ സ്റ്റാലിന് ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സ്റ്റാലി അവരെ തൻ്റെ കൂടെ നിർത്താനായിട്ട് ശ്രമിക്കുകയാണ് എന്ന് കാണാനായിട്ട് കഴിയുന്നുണ്ട് പ്രേക്ഷകരെ. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ സ്റ്റാലിനെ കണ്ടരും അവർ അത്ഭുതത്തോടെ നോക്കി നിൽക്കുകയാണെന്ന് കാണാം. കാരണം ഒരു കാര്യത്തിൽ തീരുമാനമെടുത്ത ആൾ പിന്നെ വിശദീകരിക്കാനൊന്നും വരാറൊന്നുമില്ല. പെട്ടെന്ന് ചേട്ടൻ ഇവിടേക്ക് വന്നതും അവരാദ്യം ഒന്ന് ഞെട്ടുന്നുണ്ട്. തുടർന്ന് സ്റ്റാലിയാണെങ്കിൽ ഫോണിലൂടെ സംസാരിച്ചതിന് മാപ്പ് കൂടി പറയുമ്പോൾ അവരാകെ പാടി ഞെട്ടിവിറയ്ക്കുന്നൊരു കാഴ്ച കാണാൻ സാധിക്കും പ്രേക്ഷകരെ. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ സ്റ്റാലിയാണെങ്കിൽ അവരോട് സംസാരിക്കുകയാണ്. അതായത് അലീന അവളൊരു നല്ല പെൺകുട്ടിയാണെന്നും അവളുടെ മനസ്സിൽ നിറയെ നന്മയാണെന്നും പറയുന്നത് കാണാനായിട്ട് സാധിക്കും. അവൾ എന്നെ സ്നേഹം കൊണ്ട് തോൽപ്പിക്കാനായിട്ട് ശ്രമിക്കുകയാണെന്നും കൂടാതെ തന്നെയാണെങ്കിൽ അവൾ അനാഥാലയത്തിലായിരുന്നെന്നും തനിക്ക് ഈ മുന്നറിയിപ്പ് കിട്ടി താൻ ആദ്യം വിശ്വസിച്ചില്ല എന്നും ഒടുവിൽ താൻ തിരഞ്ഞെടുത്തതാണ് തൻ്റെ മകളെ എന്ന് പറയുന്നു. മകളുണ്ടെന്നറിഞ്ഞപ്പോൾ ഞാൻ ആദ്യം ഒന്ന് ഞെട്ടിപ്പോയി എന്നും എനിക്ക് ഒരുപാട് സമയം എടുക്കേണ്ടി വന്നു അതിനെക്കുറിച്ച് ചിന്തിക്കാനും ഈ തീരുമാനത്തിലേക്ക് എത്താനും. പക്ഷെ അവൾ അനാഥാലയത്തിലായിരുന്നു എന്നറിഞ്ഞപ്പോൾ എൻ്റെ കണ്ണുകൾ നിറഞ്ഞു. ഞാൻ ഇത്രയും സുഖസൗകര്യങ്ങളോടെ ഇവിടെ ജീവിക്കുമ്പോൾ എൻ്റെ മകൾ അനാഥാലയത്തിൽ അവിടെ പട്ടിണി കിടക്കുകയായിരുന്നു എന്നാണ് അവളിപ്പോൾ എന്നോട് പറഞ്ഞത് എന്ന് പറയുന്നു. തുടർന്ന് ഞാൻ അവളെ എൻ്റെ മകളായിട്ട് സ്വീകരിച്ചു എന്ന് പറയുന്നു. അപ്പോഴാണെങ്കിൽ നമ്മുടെ സഹോദരന്മാർ ചോദിക്കുകയാണ്, ഏട്ടൻ ചെയ്തതൊക്കെ ശരിയെന്ന് വിചാരിച്ചോളൂ, പക്ഷേ ഏട്ടന് മകളായിട്ട് സ്വീകരിക്കേണ്ട ആവശ്യകതയുണ്ടായിരുന്നില്ല. പണം കൊടുത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഒഴിവാക്കിയാൽ മതിയായിരുന്നു, സ്വീകരിക്കേണ്ട കാര്യവുമില്ല എന്ന് പറയുന്നു. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ സ്റ്റാലി പറയുന്നുണ്ട്, അവളെ എൻ്റെ കയ്യിലെത്തിച്ച വ്യക്തിയുടെ കയ്യിൽ എന്നെക്കാളും 10 ഇരട്ടി പണവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അയാൾ എന്നോട് പറഞ്ഞത് അയാൾക്ക് പണവും കാര്യവും അല്ല വേണ്ടത്, അവൾക്കൊരു നല്ല പപ്പയെയാണ് വേണ്ടത് എന്ന്. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ സ്റ്റാലി പറയുന്നുണ്ട്, ഈ പറയുന്ന ആൾക്ക് ഒരുപാട് സ്വത്തുണ്ട്, സ്വർണ്ണക്കടകളുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട് എന്ന് വ്യക്തമാക്കുന്നത് കാണാൻ സാധിക്കും. പണമല്ല വേണ്ടത്, സ്നേഹിക്കുന്നൊരു പപ്പയാണ് അവൾക്ക് ആവശ്യമെന്ന് അയാൾ തൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു എന്ന് സ്റ്റാൻലി പറയുകയാണ് എന്ന് കാണാൻ സാധിക്കും.
ഇതേ സമയമാണെങ്കിൽ ചേട്ടൻ എന്തൊക്കെയായി കാണിച്ചു കൂട്ടുന്നത്? ആരോടും പറയാതെ ആരോടും ചെയ്യാതെ ചേട്ടനിപ്പോൾ നമ്മുടെ കുടുംബത്തെ തലകുനിപ്പിക്കേണ്ടി വന്നില്ലേ നാട്ടുകാരുടെ മുമ്പിൽ? നമ്മുടെ അഭിമാനത്തിന്മേൽ അവർ അടിച്ച് അമർത്തുകയല്ലേ? പ്രത്യേകിച്ച് ആ റീത്ത എന്ന് പറയുന്നു. അവർ എല്ലാവരെയും വിളിച്ച് നമ്മളെ നാണം കെടുത്താനുള്ള പരിപാടിയിലാണ് എന്ന് പറയുന്നത് കാണാൻ സാധിക്കുന്നു. ഇതേ സമയം അവർ എന്ത് വേണമെങ്കിലും ചെയ്യട്ടെ, എന്നാലും ഞാൻ മുട്ടുമടക്കില്ല എന്ന് സ്റ്റാൻലി ഉറപ്പിച്ച് പറയുന്നത് കാണാൻ സാധിക്കും. ഈ കേണൽ സ്റ്റാൻലി ജോസഫിൻ്റെ മുട്ട് അവരെ കൊണ്ട് മടക്കിക്കാനായിട്ട് സാധിക്കില്ല എന്ന് സ്റ്റാൻലി പറയുകയാണ്. തുടർന്ന് നിങ്ങളോടിതെനിക്ക് പറയണമെന്ന് തോന്നി. ഞാൻ പറഞ്ഞത് തെറ്റായിപ്പോയെങ്കിൽ, ചെയ്തത് തെറ്റായിപ്പോയെങ്കിൽ ക്ഷമിക്കുക. അതുമാത്രമേ എനിക്കിപ്പോൾ പറയാനായിട്ട് കഴിയുള്ളൂ. എന്നിരുന്നാലും എൻ്റെ മോളെ ഉപേക്ഷിക്കാൻ ഞാൻ തയ്യാറല്ല എന്ന് പറയുന്നു. തുടർന്ന് നമ്മുടെ സ്റ്റാൻലി യാത്ര തിരിക്കുന്നു. യാത്രയൊക്കെ പറഞ്ഞ് ഇവിടെ ബാലചന്ദ്രൻ വന്നെത്തുകയാണ്. ബാലചന്ദ്രൻ മദ്യലഹരിയിലാണ് എന്ന് കാണാം. ബാലചന്ദ്രന് യാതൊരു ബോധവുമില്ല എന്ന് കാണാം. ബാലചന്ദ്രനും വൈശയും തമ്മിലുള്ള ഒരു കൊമ്പ് കോർക്കൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. വൈശയാണെങ്കിൽ ഇതെന്തൊരു നാണക്കേടാ ബാലചന്ദ്രത്, നിങ്ങൾ എന്തിട്ട് കാണിക്കണേ? നിങ്ങൾ ആർക്ക് വേണ്ടിയായി കാണിക്കണേ? ആരെ കാണിക്കാനാ എന്ന് പറയുമ്പോൾ, എൻ്റെ വീട്ടിൽ ഞാൻ തോന്നിയ മാതിരി ചെയ്യും. അതൊന്നും നീ അന്വേഷിക്കേണ്ട കാര്യമൊന്നുമില്ല. കേട്ടോടി വൈജയ്, നീ നിൻ്റെ കാര്യം നോക്കിയാൽ മതി. എൻ്റെ കാര്യത്തിൽ തലയിടാനായിട്ട് വരണ്ട എന്ന് പറയുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതേ സമയം വൈജയന്തിയോട് പൊട്ടിത്തെറിക്കുകയാണ് ബാലചന്ദ്രനെന്ന് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. തുടർന്ന് നമുക്ക് കാണാൻ കഴിയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ സ്റ്റാൻലി വന്നെത്തിയതിനു ശേഷം അലീനയെ ചേർത്ത് പിടിക്കുകയാണ്. അലീനയെ വിളിച്ചു കൊണ്ടുവരികയാണ് എന്ന് കാണാൻ സാധിക്കും. തുടർന്ന് ഉപവാസമൊന്നും ഇനി വേണ്ട എന്നും, നിനക്ക് എന്താണോ ആവശ്യം അത് ഈ പപ്പ അനുവദിച്ചു തരാമെന്നും പറയുന്നൊരു കാഴ്ച കാണാൻ കഴിയുന്നുണ്ട്. തുടർന്ന് ഭക്ഷണം കഴിപ്പിക്കുന്ന, വാരിക്കൊടുക്കുന്ന, ഊട്ടുന്ന ഒരു കാഴ്ച കാണാനായിട്ട് സാധിക്കും പ്രിയ പ്രേക്ഷകരെ, കൂട്ടുകാരെ. അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. നമ്മളുടെ ചാനലിൽ ഒരുപാട് റിവ്യൂകൾ കിടക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണേ കൂട്ടുകാരെ, പ്രേക്ഷകരെ.